അംർ ഇബ്നു സലമ റഹിമഹുല്ലാഹ് പറയാണ്, ഞങ്ങൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന്റെ വീട്ടിലിരിക്കുന്ന സമയത്ത് കുറച്ച് തിരക്ക് പിടിച്ചിട്ട് അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു ഇബ്നു മസ്ഊദിനെ അന്വേഷിച്ചിട്ട് വന്നു. അപ്പൊ ഇബ്നു മസ്ഊദ് പുറത്തേക്ക് വന്നിട്ടില്ല. അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു ഇബ്നു മസ്ഊദിന്റെ ശിഷ്യന്മാരുടെ കൂടെ അവിടെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പുറത്തു വന്നപ്പോ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു പറയാണ്, യാ അബാ അബ്ദുറഹ്മാൻ, മദീന പള്ളിയിൽ ഞാനൊരു കാഴ്ച കണ്ടു. ഇത് അപരിചിതമായിട്ടുള്ള ഒരു കാഴ്ചയാണ്, ഞാൻ മുമ്പത് കണ്ടിട്ടില്ല. പക്ഷെ അത് നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ നടക്കുന്ന സംഗതി ഒരു നന്മയാണ് എന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും ഞാൻ അവരോട് കമന്റ് ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങളെ അഭിപ്രായം അറിഞ്ഞിട്ട് അവരോട് സംസാരിക്കാമെന്ന നിലക്ക് തിരക്ക് പിടിച്ചിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വന്നതാണ്. അബൂ മൂസ അശ്അരി റളിയല്ലാഹുവിനോട് ഇബ്നു മസ്ഊദ് ചോദിച്ചു, എന്താ നിങ്ങൾ കണ്ട കാഴ്ച? ഇപ്പൊ മദീന പള്ളിയിൽ കുറച്ച് ആൾക്കാർ ഇരിക്കുന്നുണ്ട്. ഓരിങ്ങനെ വട്ടത്തില് പല സംഘങ്ങളായിട്ടാണ് ഇരിക്കുന്നത്. ഓരോ സംഘത്തിന് ഓരോ ലീഡർ ഉണ്ട്. അവരുടെ കയ്യിൽ ചരൽക്കല്ലുകളും ഉണ്ട്. ഒരാളിങ്ങനെ പറയും കബ്ബിറൂ മിഅ. അപ്പൊ എല്ലാരും 100 തവണ തക്ബീർ ചൊല്ലുന്നു. ഈ ചരൽക്കല്ല് കൊണ്ട് ഒരു എണ്ണം പിടിക്കുന്നു. ഹല്ലിലൂ മിഅ. അപ്പൊ എല്ലാരും 100 തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ്. സബ്ബിഹൂ മിഅ. അപ്പൊ എല്ലാരും 100 തവണ സുബ്ഹാനല്ലാഹ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു നേരെ മദീന പള്ളിയിലേക്ക് ഓടുകയാണ്. മദീന പള്ളിയിൽ എത്തിയപ്പോൾ അവിടെ ഇരിക്കുന്നുണ്ട്. ഇബ്നു മസ്ഊദ് ചോദിച്ചു, എന്താ പരിപാടി? പറഞ്ഞു, ഞങ്ങളിതാ അദ്കാറുകൾ ചൊല്ലുകയാണ്, അതിന്റെ എണ്ണം പിടിക്കാൻ. നിങ്ങൾക്ക് നിങ്ങളെ തിന്മകൾ എണ്ണി കണക്കാക്കിയുടെ ചങ്ങായിമാരെ, എന്തിനങ്ങൾ ഈ നന്മകൾ എണ്ണുന്നത്? നിങ്ങൾക്ക് നിങ്ങളെ തിന്മകൾ ദോഷങ്ങൾ എണ്ണി കണക്കാക്കിക്കൂടെ? എന്നിട്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വളരെ വൈകാരികമായിട്ട് അവരോട് സംസാരിക്കുകയാണ്. വൈഹക്കും യാ ഉമ്മത മുഹമ്മദ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തെ നിങ്ങൾക്ക് നാശം. മാ അസ്റഅ ഹലകതികും, എത്ര പെട്ടെന്നാണ് നിങ്ങൾ നശിച്ചു പോയത്, എത്ര പെട്ടെന്നാണ് നിങ്ങൾ നശിച്ചത്. ആരോടാ ഈ പറയുന്നത് നമ്മൾ ഓർക്കണം. എന്നിട്ട് ഇബ്നു മസ്ഊദ് പറയാണ്, ഹൗലാഇ സഹാബത്തു നബിയിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം മുതവാഫിറൂൻ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരൊന്നും മരിച്ചിട്ടില്ല, ഓരൊക്കെ ഇവിടെ ബാക്കിയുണ്ട്. വഹാദിഹി സിയാബുഹു ലം തുബ്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടുത്തിരുന്ന വസ്ത്രം നുരുമ്പി പോയിട്ടില്ല. വആനിയതുഹു ലം തുക്സർ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കഴിച്ച പാത്രം പൊട്ടിപ്പോയിട്ടില്ല. എത്ര പെട്ടെന്നാണ് നിങ്ങൾ നശിച്ചു പോയത്. ആരോടാ ഈ പറയുന്നത്? പള്ളിയിൽ വട്ടത്തിലിരുന്ന് അദ്കാറുകൾ ചൊല്ലിയ മനുഷ്യന്മാരോട്, തസ്ബീഹും തക്ബീറും തഹ്ലീലും ചൊല്ലിയ ആൾക്കാരോട്. അപ്പൊ ഓര് പറഞ്ഞ ന്യായം എന്താണെന്നറിയോ? നമ്മുടെ നാട്ടിലെ ആൾക്കാരൊക്കെ പറയുന്ന ന്യായാണ്, യാ അബാ അബ്ദുറഹ്മാൻ മാ അറദ്നാ ഇല്ലൽ ഖൈർ. ഇബ്നു മസ്ഊദ്, ഞങ്ങൾ നന്മയല്ലാതെ വേറൊന്നും ആഗ്രഹിച്ചിട്ടില്ല. നമ്മുടെ നാട്ടിലെ ആൾക്കാരും അതല്ല പറയല്ലേ, ഞങ്ങൾ ഭക്ഷണം കൊടുക്കല്ലേ, ഞങ്ങൾ അദ്കാറുകൾ ചൊല്ലല്ലേ, ഞങ്ങൾ ഖുർആൻ ഓതല്ലേ, മദ്ഹബ് അറിയല്ലേ, നിങ്ങൾ എന്തിനാ വിലക്കുന്നത്? നോമ്പെടുക്കല്ലേ, എന്തിനാ അതിനെ നിങ്ങൾ എതിർക്കുന്നത്? ഇപ്പൊ നമ്മളുള്ള റജബിലാണ്. റജബിന്റെ അവസാനത്തിൽ ഒരു നോമ്പുണ്ട്, റജബ് 27 മിഅ്റാജ് നോമ്പ്. ഖുർആനിലോ ഹദീസിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബിമാരുടെയും ജീവിതത്തിലോ 4 മദ്ഹബുകളുടെ ഇമാമുമാരുടെ കൂട്ടത്തിലോ അങ്ങനത്തെ ഒരു നോമ്പ് നമ്മൾ കാണൂല. അത് ദീനിൽ പുതിയതായിട്ട് ഉണ്ടാക്കപ്പെട്ടതാണ്. അപ്പൊ എതിർത്ത എന്താ പറയാ? നോമ്പല്ലേ, നോമ്പ് എടുക്കുന്നവരെടുത്തോട്ടെ, എന്തിനാ നിങ്ങൾ അതിനെ എതിർക്കുന്നത്? അങ്ങനെ തോന്നിയവർക്കൊക്കെ തോന്നുന്നത് ഉണ്ടാക്കാനുള്ളതാണോ ദീൻ? ദീൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു പറയണം, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തിരിച്ചു പറഞ്ഞു, കമ്മിൻ മുരീദിൻ ലിൽ ഖൈരി ലൻ യുസീബഹു. അങ്ങനെ നന്മ ആഗ്രഹിക്കുന്ന എത്ര മനുഷ്യന്മാരുണ്ട്, ഓർക്കൊന്നും ആ നന്മ കിട്ടുന്നില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കണം. ദീനിലേക്ക് പുതിയൊരു ഇബാദത്ത് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അത് അങ്ങേയറ്റം ഗൗരവമുള്ള വിഷയം. റജബ് 27 ഇസ്രാവും മിഅ്റാജും നടന്നത് നമ്മളോട് ആരാ പറഞ്ഞത്? റജബ് 27 ഇസ്രാവും മിഅ്റാജും നടന്നത് എന്നതിന് ഒരു തെളിവുമില്ല. അത് റജബ് 27 അല്ല, ഏത് ദിവസമാണ് അത് നടന്നത് എന്ന് കൃത്യമായിട്ട് പറയാൻ നമുക്ക് കഴിയൂല, അതിന് രേഖയില്ല. ഇസ്രാവും മിഅ്റാജും നടന്നത് ഏത് രാത്രിയാണ് എന്ന് ഈ ഉമ്മത്ത് അറിയുന്നതിൽ എന്തെങ്കിലും നന്മ ഉണ്ടായിരുന്നുവെങ്കിൽ അത് അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തരുമായിരുന്നു. അല്ലെന്തെങ്കിലും സംശയം ഉണ്ടോ? അത് അറിയുന്നതിൽ പ്രത്യേകിച്ചൊരു നന്മയില്ല. അന്നൊരു പ്രത്യേക ഇബാദത്ത് ചെയ്യാനില്ല, അന്നൊരു നോമ്പില്ല, അന്നൊരു നിസ്കാരമില്ല. അന്ന് അങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ആരാധന ചെയ്യാനുണ്ടായിരുന്നുവെങ്കിൽ ആ ദിവസം ഏതായിരുന്നു എന്ന് അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് പറഞ്ഞു തരുമായിരുന്നു. അപ്പൊ ഇസ്രാവും മിഅ്റാജും നടന്നത് ഏത് രാത്രിയാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ ഒരു തെളിവുമില്ല, ഒരു രേഖയുമില്ല. ഇനി റജബ് 27 ഇസ്രാവും മിഅ്റാജും നടന്നെന്ന് വിചാരിക്കുക.
അത് നടന്നാൽ അന്നൊരു സ്പെഷ്യൽ നോമ്പ് എടുക്കണമെങ്കിൽ, അന്നൊരു സ്പെഷ്യൽ നിസ്കാരം നടത്തണമെങ്കിൽ അത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരണം. അള്ളാഹുവും റസൂലും പറയാത്തൊന്ന് ദീനിലേക്ക് കൂട്ടിച്ചേർക്കാൻ മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാണ്, അത് ബിദ്അത്താണ്. അപ്പൊ ദീനിലേക്ക് അങ്ങനെ വെള്ളം ചേർക്കാൻ ഒരാൾക്കും അവകാശമില്ല. ഈ ശൈത്താന് ശിർക്ക് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഇഷ്ടം എന്താണെന്നറിയോ? ബിദ്അത്താണ്. കാരണം എന്താ? ഒരാള് കള്ളുടിയനാണ്, അയാളെ മനസ്സിലൊരു കുത്തുണ്ടാകും, ഉള്ളിലൊരു സങ്കടം ഉണ്ടാകും. ഓൻ ഡെയിലി വെള്ളടിച്ച് വന്ന് വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടാവും, പെണ്ണുങ്ങളെ തല്ലുന്നുണ്ടാവും, കുട്ടികളെ അടങ്ങറാക്കുന്നുണ്ടാവും. എന്നാലും ഓന്റെ ഉള്ളിന്റെ ഉള്ളില് ഒരു ഖേദം ഉണ്ടാകും, ഞാൻ ചെയ്യുന്നത് ശരിയല്ല. ഒരു പെരും കള്ളൻ, നാട്ടിൽ അറിയപ്പെട്ട ഒരു കള്ളൻ, ഓന്റെ ഉള്ളിൽ ഒരു ഖേദം ഉണ്ടാകും, ഞാൻ ചെയ്യുന്നത് തെറ്റാണ്, ഇത് ശരിയല്ല, എന്നെങ്കിലൊക്കെ ഈ മോഷണം നിർത്തണം ഓന്റെ ഉള്ളിൽ ഉണ്ടാകും. അല്ലെ? വാപ്പാനും ഉമ്മാനും നോക്കാത്തൊരു മോന്, ഓന്റെ മനസ്സിലുണ്ടാകും ഞാൻ ചെയ്യുന്നത് ശരിയല്ല, എന്റെ വാപ്പാനും ഉമ്മാനൊക്കെ ഞാൻ നോക്കണം. ഓനൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് തൗബ ചെയ്ത് അള്ളാഹുലേക്ക് മടങ്ങാനുള്ള സാധ്യത കൂടുതലാണ്. എന്നാ ബിദ്അത്ത് ചെയ്യുന്ന ഒരുത്തനാണെങ്കിലോ, ഇപ്പൊ മിഅ്റാജ് നോമ്പ് എടുക്കുന്ന ഒരാളുടെ മനസ്സിലുണ്ടാവുന്ന എന്താ? ഞാൻ ചെയ്യുന്നത് വലിയ തെറ്റാണെന്നാ, ഞാൻ എടുക്കുന്ന ഈ നോമ്പ് വലിയ അപരാധമാണെന്നാണ് ഓന്റെ മനസ്സിലുള്ള. അല്ല, ഞാൻ വലിയ ഇബാദത്ത് ചെയ്യാൻ, അള്ളാഹിന്റെ അടുക്കുന്ന എനിക്ക് വലിയ കൂലി കിട്ടുന്ന സംഗതിയാണ്. ഓൻ എന്തെങ്കിലും അതൊന്ന് ഖേദിച്ച് മടങ്ങുമോ? സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് ബാക്കിയുള്ള തെറ്റുകളെക്കാളും ശൈത്താൻ ഇഷ്ടം ബിദ്അത്ത് ചെയ്യുന്നതാണ്. അപ്പൊ ആ ബിദ്അത്തിന്റെ കാര്യം ചെറിയൊരു സംഗതിയല്ല, അത് വളരെ ഗൗരവത്തിൽ നമ്മൾ കാണേണ്ട ഒരു വിഷയമാണ്. റജബ് 27 മിഅ്റാജ് നോമ്പ് എന്നുള്ള പേരിൽ ഒരു നോമ്പ് അള്ളാഹുവോ റസൂലോ സഹാബിമാരോ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. അപ്പൊ അങ്ങനത്തെ ഒരു നോമ്പ് എടുക്കുമ്പോൾ നമുക്ക് കൂലിയല്ല കിട്ടുക, കുറ്റം കിട്ടുകയാണ്. പട്ടിണി കിടന്നിട്ട് വെറുതെ എന്തിനാണ് നമ്മൾ കുറ്റം വാങ്ങുന്നത്? അപ്പൊ ആ വിഷയം വളരെ ഗൗരവത്തിൽ നമ്മൾ കാണുക, ദീന് മുറുകെ പിടിക്കാൻ അള്ളാഹു നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കപ്പലാണ് സുന്നത്ത്. ഫമൻ റകിബഹാ നജ, ആ കപ്പലിൽ ആര് കയറിയോ ഓൻ വിജയിച്ചിട്ടുണ്ട്. വമൻ തഖല്ലഫ അൻഹാ ഗരിഖ, ആ കപ്പലിൽ കയറാതെ ആര് മാറി നിന്നുവോ ഓന് മുങ്ങി നശിക്കും. അപ്പൊ സുന്നത്തുകൾ മുറുകെ പിടിക്കുക. അള്ളാഹു ദീൻ ശരിയായ നിലക്ക് മുറുകെ പിടിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ.